Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നെ വിളിച്ചു. അവരുടെ മകൻ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് എന്നതാണ് അവരുടെ പരാതി. ദിവസവും മണിക്കൂറുകളോളം അവൻ ഫോണിൽ ചെലവഴിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഒരു കുട്ടി മൊബൈൽ ഫോണിന് അഡിക്റ്റായി എന്നതിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അതേ ചോദ്യം ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവർ പറഞ്ഞ ഒരു വിഷയം എന്നെ ഭയപ്പെടുത്തി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അവനുമായി മനഃപൂർവ്വം ബന്ധപ്പെടുത്തുന്നതാണോ എന്നെനിക്കറിയില്ല. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് അവരെന്നോട് പറഞ്ഞ വിഷയങ്ങളിൽ പലതും സോഷ്യൽ മീഡിയയിലിരുന്ന് പറയാൻ സാധിക്കാത്തതായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള ഒരു ഇറച്ചി വെട്ടുകാരനുമായി പരിചയം സ്ഥാപിച്ച് അവിടെ ചെന്ന് രക്തം വാർന്നൊഴുകുന്ന മാംസത്തിൻ്റെ വീഡിയോകളും പിടയുന്ന ജീവികളുടെ വീഡിയോകളും ഫോണിൽ പകർത്തുന്നു. അവനുപയോഗിക്കുന്ന ഫോൺ രഹസ്യമായി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ചില വീഡിയോകൾ ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസം അവൻ്റെ ഷർട്ടിൽ ഒരു രക്തപ്പാട് കണ്ടിരുന്നു. അതിലെന്തോ സംശയം തോന്നി ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. അവൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലും ചില മുറിവുകൾ ഞാൻ കണ്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഓമനിച്ച് വളർത്തിയ പൂച്ചയുടെ തലയില്ലാത്ത ശരീരം വീടിന് പുറത്ത് കിടക്കുന്നതും അതിൽ യാതൊരു കൂസലുമില്ലാത്ത എൻ്റെ മകനും. എനിക്ക് ആദ്യമുണ്ട്, സർ, എൻ്റെ മകന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരിത്രയും പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ ഉള്ളിലും ഭയമായിരുന്നു. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ ഇന്ന് മറ്റ് പലതും ലഭ്യമാണ്. മറ്റ് പലതും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ഇനി തുടർന്നുള്ള 10 മിനിറ്റ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ആ 10 മിനിറ്റിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രക്ഷിതാക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നതും നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ പാടില്ലാത്ത ആ ഭീകരതയെക്കുറിച്ച് അറിയാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഡാർക്ക് വെബിനെക്കുറിച്ചും സാത്താനിസത്തെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലും ഭീകരമായ ചിലത് കൂടിയുണ്ട്. അതിൽ ചിലത് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലും ലഭ്യമാണ്. അതിലൊന്നാണ് ഗ്രൂപ്പ് 764. നമ്മളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പേരുകളും ഐഡൻറ്റിറ്റിയും ഉള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ 100 കണക്കിന് ഫോളോവേഴ്സും നമ്മുടെ പ്രൊഫൈലുകളിൽ കാണാം. പലപ്പോഴും നമ്മൾ തന്നെ ആ പ്രൊഫൈലിന് പിന്നിലുള്ള യഥാർത്ഥ നമ്മളെ മറന്നു പോകാറുണ്ട്. ഒരു കമൻറ്റിലൂടെ മറ്റൊരാളെ ചീത്ത വിളിക്കുമ്പോൾ, ഒരു പോസ്റ്റിലൂടെ മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുമ്പോഴൊക്കെ അത്തരം സാഡിസത്തിന് പിന്നിലുള്ളയാളെ ആരും അറിയുന്നില്ല എന്ന വിശ്വാസത്തിലാണ് നമ്മൾ. സോഷ്യൽ മീഡിയ എന്നത് ആളുകൾ നിറഞ്ഞ ഒരു ചന്തയാണ് എങ്കിൽ അവിടെ നമ്മൾ പെരുമാറുന്ന കാര്യങ്ങളാണോ രഹസ്യമായി 4 ചുവരുകൾക്കുള്ളിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യുമ്പോഴും അതൊരു ക്രൈമാണ് എന്ന് തിരിച്ചറിയാതെയാണ് നമ്മളിൽ പലരും അത് ചെയ്യുന്നത്. സൈബർ ക്രൈം ആണെങ്കിലും അതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുമ്പോഴും അങ്ങനെ കണ്ടെത്താൻ സാധിക്കാത്ത ചിലത് കൂടിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന ചില കഴുകന്മാർ. ഇൻ്റർനെറ്റിൽ വെളിച്ചമുള്ളിടത്ത് കാണാൻ സാധിക്കാത്ത ചിലത്. ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെയും പ്രൈവറ്റ് സെർവറുകളിലൂടെയും ലിങ്കുകൾ ഷെയർ ചെയ്ത് മാത്രം സംഭവിക്കുന്ന ചില കൂട്ടായ്മകൾ. അതിലൊന്നാണ് ഗ്രൂപ്പ് 764. ഇൻ്റർനെറ്റിൽ കാണാൻ സാധിക്കുന്ന ഒരു കൂട്ടം രക്തദാഹികളായ കഴുകന്മാർ എന്നവരെ വിശേഷിപ്പിക്കാം. ബ്രാഡ്ലി കെയ്ഡൻഹെഡ് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ. അവൻ്റെ സൃഷ്ടിയാണ് ഇന്നും FBI പിടികിട്ടാത്ത ഗ്രൂപ്പ് 764. ടെക്സസിലെ സ്റ്റീവൻ വില്ലയിലെ ഒരു വീട്ടിലെ ബെഡ്റൂമിലിരുന്ന് ഒരു ചെറിയ പയ്യൻ തുടങ്ങിവെച്ച പ്രശ്നം. ഗ്രൂപ്പുകളായും കമ്മ്യൂണിറ്റികളായും ചാറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഡിസ്കോഡ് എന്ന കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ഫെലിക്സ് എന്ന അപരനാമത്തിലാണ് അവൻ അതിന് തുടക്കം കുറിച്ചത്.
അവൻ്റെ പിൻകോഡായിരുന്ന 764 എന്ന പേരായിരുന്നു ആ ഗ്രൂപ്പിന് അവൻ നൽകിയത്. പക്ഷേ അവിടെ നിന്നും ആ ഗ്രൂപ്പിൻ്റെ പേര് പടർന്നത് ലോകം മുഴുവനുമാണ്. ഫെലിക്സ് എന്ന പേരിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ കേഡനിൽ പല പ്രശ്നങ്ങളും അവൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. 8 വയസ്സിൽ തന്നെ അവൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ചില അഡൽട്ട് കണ്ടന്റ് കണ്ടതായി മാതാപിതാക്കൾ പറയുന്നു. ക്രൂരമായ വീഡിയോകൾ അവനൊരു ലഹരിയായിരുന്നു. മറ്റുള്ളവർ കണ്ടാൽ അറയ്ക്കുന്ന വീഡിയോകൾ ഒരു ചിരിയോടുകൂടി അവൻ ആസ്വദിക്കുന്നത് അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലമാണ് എന്നായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവുക. 13ാമത്തെ വയസ്സിലാണ് കേഡൻ്റെ യഥാർത്ഥ മുഖം അച്ഛൻ തിരിച്ചറിയുന്നത്. സ്കൂളിൽ നിന്നും ഒരു കോൾ വന്നു. ഒരു സഹപാഠിയെ വെടിവെച്ച് കൊല്ലുന്നതിനെക്കുറിച്ച് സുഹൃത്തിനോട് ചർച്ച ചെയ്തു എന്നതായിരുന്നു കേഡൻ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ കേഡന് ജുവനൈൽ പ്രൊബേഷൻ ലഭിക്കുകയും ചെയ്തു. പ്രൊബേഷൻ പീരീഡിൽ തന്നെ സ്കൂൾ പറഞ്ഞ പല നിബന്ധനകളും അവൻ തെറ്റിച്ചിരുന്നു. കൗൺസിലിങ്ങിൽ പങ്കെടുക്കാതിരിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, വീട്ടിൽ നിന്നും അനുവാദമില്ലാതെ പുറത്തു പോവുക തുടങ്ങി പലതും. അമിതമായ അളവിൽ കഫ് സിറപ്പ് കഴിച്ച് ഒരിക്കൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സംഭവത്തോടു കൂടിയാണ് അവൻ ഇൻ്റർനെറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയത്. തുടർന്ന് മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിലേക്കും. മൈൻക്രാഫ്റ്റിലൂടെയാണ് അവൻ ഡിസ്കോഡിലേക്ക് എത്തിയത്. എന്നാൽ ഡിസ്കോഡിൽ എത്തിയതോടുകൂടി മൈൻക്രാഫ്റ്റ് വിട്ട് മറ്റൊരു മേഖലയിലേക്ക് അവൻ ചേക്കേറി. CVLT എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ്. മൈൻക്രാഫ്റ്റ് എന്നൊരു ഗെയിം കളിക്കുന്ന മൈനേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവെക്കപ്പെട്ടിരുന്നത് ചില എക്സ്പ്ലിസിറ്റ് കോണ്ടന്റുകളായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളെയും കേഡൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സ്വന്തം ശരീരം പീഡിപ്പിക്കുന്ന വീഡിയോകൾ ആ ഒരു ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ അവൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് കേഡൻ സ്വന്തമായി നിർമ്മിച്ച ഒരു കൂട്ടായ്മയായിരുന്നു 764. ഡിസ്കോഡിൽ തന്നെ പല ഗ്രൂപ്പുകളിലേക്കും ഫെലിക്സ് എന്ന പേരിൽ തുടങ്ങിയ 100 കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് 764 ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ അവൻ ഷെയർ ചെയ്തു. 15 തവണയിൽ കൂടുതൽ കേഡനെ ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഡിസ്കോഡ് ടീമും പറയുന്നു. വീണ്ടും വീണ്ടും ഫെലിക്സ് എന്ന പേരിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽ അവൻ തിരികെ എത്തി. 400-ൽ കൂടുതൽ പ്രൊഫൈലുകൾ അവനുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരിക്കൽ 10 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അവളുടെ എക്സ്പോസ്ഡ് ഫോട്ടോസ് തനിക്ക് പങ്കുവയ്ക്കാൻ കേഡൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. മറ്റൊന്ന് ഒരു പയ്യനാണ്. ആ പയ്യനോട് ലൈവായി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് തനിക്ക് പങ്കുവയ്ക്കാനും കേഡൻ പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ചെറിയ പെൺകുട്ടി അവളുടെ പെറ്റായിരുന്ന ഒരു ഹാംസ്റ്റർ അതിനെ നേരിട്ട് കൊന്ന് അതിൻ്റെ വീഡിയോകൾ തനിക്ക് പങ്കുവയ്ക്കാനും കേഡൻ പറയുന്നു. ഇതെല്ലാം തൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് കേഡൻ ചെയ്യിപ്പിച്ചത് അവരുടെ വീഡിയോകളും ചിത്രങ്ങളും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ്. ഇതെല്ലാം അവൻ ചെയ്യിക്കുന്നത് ഗ്രൂപ്പ് 764-ൽ പങ്കുവയ്ക്കാൻ വേണ്ടിയായിരുന്നു. ആ ഗ്രൂപ്പ് മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. സ്നേഹവും സൗഹൃദവും ഒന്നുമില്ലാത്ത ക്രൂരത മാത്രം പങ്കുവയ്ക്കുന്ന ഒരു ഗ്രൂപ്പ്. കള്ളിങ് എന്നൊരു ആശയത്തെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നതായി പറയുന്നു. മറ്റുള്ളവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നതിലൂടെ യഥാർത്ഥ ശക്തി ലഭിക്കുന്നു എന്ന വിശ്വാസം. പണത്തിനോ പേരിനോ വേണ്ടി ആയിരുന്നില്ല ആ ഗ്രൂപ്പ്, മറിച്ച് അത്തരം പ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന സംതൃപ്തിക്ക് വേണ്ടിയായിരുന്നു. കൂടുതൽ ക്രൂരമായ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ആ അംഗങ്ങൾക്ക് ലഭിച്ചിരുന്നത് പ്രാധാന്യവും പ്രശംസയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ സൃഷ്ടിക്കുക എന്നത് ഓരോ അംഗത്തിൻ്റെയും ലക്ഷ്യമായിരുന്നു. 9 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ആ ഗ്രൂപ്പിൽ അംഗത്വം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അംഗത്വം നേടുക എന്നത് എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ ആ ഗ്രൂപ്പിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പിൽ തന്നെ വോയിസ് കോളിനും വീഡിയോ കോളിനുമുള്ള സൗകര്യമുണ്ട്. തുടക്കക്കാരായ ചിലർക്ക് ചില ടാസ്കുകൾ ലഭിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ചില ടാസ്കുകൾ. ആ ടാസ്ക് തീർത്താൽ മാത്രമേ പെർമനൻ്റ് അംഗമാവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ടാസ്ക് ചെയ്തു തീർക്കുന്നത് വരെ ഗ്രൂപ്പിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടായിരിക്കും. മേറ്റ് മിസ്റ്റർ സാമുവൽ ഹെർവി ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 30 വയസ്സ്. 2021 തൻ്റെ 26ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഒരു ബയോകെമിസ്ട്രി ബിരുദമായിരുന്നു ലക്ഷ്യം. പക്ഷേ കൊറോണയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. സ്കിസോ എഫക്റ്റീവ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്നതായിരുന്നു അതിനുള്ള കാരണവും. ഇദ്ദേഹവും ഗ്രൂപ്പ് 764-ൽ പെർമനൻ്റ് അംഗമാവാനുള്ളവരുടെ ഗ്രൂപ്പിൽ പങ്കെടുത്തിരുന്നു. അതിൽ വയലൻ്റ് ആയിട്ടുള്ളവരും സൈലൻ്റ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. താങ്കളൊരു സൈലൻ്റ് പാർട്ട്ണറായിരുന്നു അല്ലേ?
എന്തായാലും ആ ഗ്രൂപ്പിൽ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വന്നത് വെൽക്കം ടു മൈ സൂയിസൈഡ് ലൈഫ് എന്ന പേരിലായിരുന്നു. അതായത് എൻ്റെ ആത്മഹത്യാ ലൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതോടൊപ്പം ഹീറോ ടെമ്പസ്റ്റ് എന്ന തൻ്റെ സെർവറിൻ്റെ ലിങ്കും അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. FMLK എന്ന പേരിലുള്ള ഒരു യൂസർ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കാണുകയും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. ആദ്യമായി അദ്ദേഹത്തിൻ്റെ സെർവറിലേക്ക് കടക്കുന്നത് FMLK എന്ന പേരിലുള്ള യൂസറായിരുന്നു. ഈ FMLK എന്ന പേരിൽ അറിയപ്പെടുന്നത് 15 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവർ ഡിസ്കോഡിലൂടെ പരിചയപ്പെടുകയും വോയിസ് കോൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു അല്ലേ? അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിരുന്നില്ല, പ്രോത്സാഹിപ്പിക്കാനായിരുന്നു. 29 പേരുണ്ടായിരുന്ന ആ സെർവറിൽ പിന്നീട് വന്നത് സാമുവലിൻ്റെ ഒരു വീഡിയോ കോളായിരുന്നു. ഏതോ ഒരു മലയുടെ മുകളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാമുവൽ. ആ വീഡിയോ കോൾ കാണുമ്പോൾ, ആ ദൃശ്യം കാണുമ്പോൾ ത്രസിപ്പിക്കുന്ന എന്തോ ഒരു കാഴ്ച കാണുന്നത് പോലെയായിരുന്നു ആ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും. ആ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അത് 764 എന്ന ഗ്രൂപ്പിൽ പങ്കുവെക്കപ്പെട്ടു. ആ കോൾ അവസാനിക്കുന്നത് വരെ ആക്റ്റീവായിരുന്ന ഒരു യൂസറായിരുന്നു FMLK. സാമുവലിൻ്റെ മരണത്തിന് ശേഷം ആ ഒരു സെർവർ കൺട്രോൾ ചെയ്തിരുന്നത് FMLK എന്ന യൂസറായിരുന്നു. അതിനുശേഷം ആ സെർവറിൽ പല സൂയിസൈഡ് വീഡിയോസും അപ്ലോഡ് ചെയ്യപ്പെട്ടു. ഒരിക്കലൊരു പെൺകുട്ടി തൻ്റെ മുഖത്ത് ഒരു കവറിട്ട് അതിനുള്ളിൽ ഹീലിയം ഗ്യാസ് നിറച്ച് ആത്മഹത്യ ചെയ്യുന്നൊരു വീഡിയോയും സെർവറിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. 764 പോലുള്ള പല ഗ്രൂപ്പുകളിലും ആ വീഡിയോ വൈറലുമായിരുന്നു. കഴിഞ്ഞ ദിവസം റെഡിറ്റിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിലെ ഒരു യൂസർ മറ്റൊരു യൂസർക്ക് കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ കാണുന്നത്. സ്വന്തം സഹോദരിയുടെ അശ്ലീല ചിത്രം പങ്കുവെക്കുക എന്നതായിരുന്നു ആ ഒരു ടാസ്ക്. എന്നാൽ ആ ടാസ്ക് അല്ല പ്രശ്നം, അതിനുശേഷമുള്ള ചില ചർച്ചകളായിരുന്നു പ്രശ്നം. ആ യൂസർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു ചാറ്റിൽ പറയുന്നത് 13 വയസ്സ് എന്നാൽ അതൊരൽപ്പം കൂടുതലാണ് എന്നും 4 മുതൽ 7 വരെയുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കൂ എന്നുമായിരുന്നു അതിൽ സംസാരിച്ചിരുന്നത്. ഗ്രൂപ്പ് 764 ഇന്ന് ഒരു ഗ്രൂപ്പല്ല. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മാനസിക രോഗികളെക്കാൾ ഭീകരന്മാരായ പലരും ആയിരക്കണക്കിന് സെർവറുകളിൽ പടർന്നു കിടക്കുന്നു. ഗ്രൂപ്പ് 764ൻ്റെ തുടക്കക്കാരനായ കേഡൻ 2021 അറസ്റ്റ് ചെയ്യപ്പെട്ടു. 80 വർഷമാണ് അവന് ലഭിച്ച ശിക്ഷ. ആ ശിക്ഷ ലഭിക്കുമ്പോൾ അവൻ്റെ പ്രായം വെറും 17 വയസ്സാണ്. പിടിക്കപ്പെടുമ്പോൾ അവൻ്റെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തിയത് 9 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളായിരുന്നു. എന്നാൽ അതോടെ ഗ്രൂപ്പ് 764 അവസാനിച്ചു എന്ന് കരുതരുത്. ഒരു ക്യാൻസർ പോലെ അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്റർപോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ലോകമെമ്പാടും പടർന്നിട്ടുണ്ട് എന്നാണ്. അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയും. അന്നവർ ഡിസ്കോഡിൽ മാത്രമായിരുന്നു. ഇന്നവർ ഡിസ്കോഡിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ കൈവെള്ളയിലുള്ള ടെലിഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും അവർ പടർന്ന് പന്തലിക്കുന്നു. ഇന്നും നമ്മെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ വിദേശത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. എന്നെ വിളിച്ച ആ അമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ ചെറിയൊരു മാറ്റം അവരിൽ സംശയമുണ്ടാക്കിയിരിക്കുന്നു, അവരിൽ ശ്രദ്ധയുണ്ടാക്കിയിരിക്കുന്നു, അവരതേക്കുറിച്ച് അന്വേഷിച്ചിരിക്കുന്നു. ഇന്നിനെ അതിജീവിക്കാൻ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ നമുക്കും ആവശ്യമാണ്. മിസ്റ്റർ സാമുവൽ, ഒരുപക്ഷെ നിങ്ങളന്ന് ആ ഗ്രൂപ്പിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ, നല്ലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങളിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരു മാനസിക രോഗമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മരണത്തെ ആഘോഷമാക്കിയ ആ കുഞ്ഞുങ്ങളുടെ മാനസിക രോഗത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സംസാരിക്കാൻ ആരുമില്ലാത്ത, കൂടെ കളിക്കാൻ ആരുമില്ലാത്ത ബാല്യം ഒരു കുഞ്ഞിനെ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് ചെന്നെത്തിക്കുമെന്ന് റിസർച്ചുകൾ പറയുന്നു. സ്വന്തം കുഞ്ഞ് ഇങ്ങനൊരു സംഘത്തിൻ്റെ ഭാഗമാകുമെന്ന് ഒരു രക്ഷിതാവും ആഗ്രഹിക്കുന്നില്ല. ലഹരിയുടെയും ഇത്തരം വികലമായ മാനസിക രോഗങ്ങളുടെയും പിടിയിൽപ്പെടാതെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരിത്തിരി ശ്രദ്ധ മാത്രം മതിയാകും. അങ്ങനൊരു ചിന്തയിലേക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ എത്തിയെങ്കിൽ മറ്റ് രക്ഷിതാക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ